പവിഴപ്പുറ്റുകൾ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മളൊക്കെ ആഭരണങ്ങളായി ഉപയോഗിക്കുന്ന പവിഴം എടുക്കുന്നത് കടലിനടിയിലുള്ള ഇതുപോലുള്ള പവിഴപ്പുറ്റുകളിൽ നിന്നാണ്. ഒരുപാട് മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും ഒക്കെയാണ് ഈ കിടക്കുന്നത്. മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും വജ്രങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു ദൈവാനുഗ്രഹമാണ്. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണക്കാരനായ ഈ സത്യവേദ സാരങ്ങൾ ഇതാ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ മുത്ത് സീപ്പുകൾ ഉണ്ട്, അതുപോലെ ഫ്രഷ് വാട്ടർ പേൾ ഉണ്ട്, അതുപോലെ ഫൈറൂസ് അല്ലെങ്കിൽ ടോർക്കോയ്സ് ഉണ്ട്. എല്ലാം സർട്ടിഫൈഡ് ടോർക്കോയ്സുകളാണ്. ഇത് അക്കീക്കിന്റെ മാലയാണിത്. ഇത് നമുക്ക് വേണമെങ്കിൽ തസ്ബീഹ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കയ്യിലിടാനോ ഒക്കെ ഉപയോഗിക്കാം. ഇത് പൈറേറ്റ്സിന്റെ ആണ്, ഇത് ഫൈറൂസിന്റെ ആണ് അല്ലെങ്കിൽ ടോർക്കോയ്സിന്റെ ആണ്, ഇത് ടൈഗർ ഐയുടെ ആണ്. ഇത് മാലാക്കൈറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. പിന്നെ ഇതിലാണ് ഈ മുത്തുകളൊക്കെ കിട്ടുന്നത്. ഇതിങ്ങനെ തന്നെ സെയിൽ ചെയ്യാനുള്ളതാണ്. ഇനി ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിനെ കുറിച്ച് പറയാനാണ്. ഇതൊന്നുമല്ല, നമ്മൾ മറ്റൊരു കോറലിനെ കുറിച്ച് പറയാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. നമുക്ക് കോറലിലേക്ക് പോവാം. പവിഴം ലഭിക്കുന്നത് ഇതുപോലുള്ള പവിഴപ്പൊറ്റുകളിൽ നിന്നാണ് എന്ന് പറഞ്ഞല്ലോ. ഇത് നമ്മൾ അധികം പേരും കണ്ടിട്ടില്ലാത്ത ഒന്നാണ്. എന്നാൽ പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കടലിനടിയിൽ അവിടെ സ്വിമ്മിങ് ചെയ്യുന്ന ആളുകൾ ഇത് ചെടി പോലെ കാണാം. അതാണ് പവിഴപ്പൊറ്റ്. അതിലെ റെഡ് കളറിനാണ് കൂടുതൽ മാർക്കറ്റ് ഉള്ളത്. ഇതുപോലെ ഉള്ള പവിഴപ്പൊറ്റിൽ നിന്നും അതിനെ ഒരച്ച് അതിൽ നിന്ന് എടുക്കുന്ന ഏറ്റവും നല്ല ഭാഗം നോക്കി എടുക്കുന്നതാണ്, ഇതുപോലെയൊക്കെ ഒരച്ചെടുക്കുന്നതാണ് പവിഴം. ഈ പവിഴത്തിൻ്റെ ഒറിജിനലിന് അവിടെ ഇവിടെയൊക്കെ ഓരോ പാടുകളും കുത്തുകളും ചെറിയ ഹോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഒറിജിനൽ. തീരെ ഒരു നല്ല ഷേപ്പിൽ കിട്ടുന്ന, നല്ല റെഡ് കളറിൽ കിട്ടുന്ന പവിഴം പോലുള്ള വസ്തുക്കളുണ്ട്. അതൊന്നും പവിഴം അല്ല. ഒറിജിനൽ പവിഴമാണെങ്കിൽ അതിന് ഒരു കൃത്യമായ ഷേപ്പ് ഉണ്ടാവില്ല. അത് ഒരച്ചെടുത്ത പോലെയൊക്കെ നമുക്ക് കാണാം. പിന്നെ ട്രയാങ്കിൾ പവിഴങ്ങളും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ നീളത്തിലുള്ള ക്യാപ്സ്യൂൾ പവിഴങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ക്യാപ്സ്യൂൾ പവിഴങ്ങളാണ് കൂടുതലുണ്ടാവുക. കാരണം അതൊരു വേര് പോലെയാണല്ലോ. അപ്പം അതിൻ്റെ വേരിൽ നിന്ന് എടുക്കുന്നതാണ് അതുപോലെ ഇത് വൈറ്റ് പവിഴം, അതിനെ വൈറ്റ് കോറൽ എന്നാണ് പറയുക. ചെറിയൊരു പിങ്ക് കളർ ഉള്ളതിനാണ് കൂടുതൽ മാർക്കറ്റ് ഉള്ളത്. ഇതാണ് പിങ്ക് കളറിലുള്ള വൈറ്റ് കോറൽ എന്നാണ് ഇത്. ഈ കോറലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 കാരറ്റിനേക്കാൾ കുറവുള്ള കോറലാണ് ഇതിൽ ഉണ്ടാവുക. 3 കാരറ്റിലും കുറവ് ഒറിജിനൽ കോറലാണിത്. ഇതിന് 3 കാരറ്റിലും കുറവുള്ളത് കൊണ്ട് ഇതിന്റെ വില 420 രൂപയാണ് ഇതിന്റെ വില. ഇത് കോറൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ചില ആളുകൾക്ക് കോറൽ തന്നെ വേണം എന്നുണ്ടാവും. എന്നാൽ അവർക്ക് വലിയ കോറൽ ആവശ്യമില്ല. അതുകൊണ്ട് ചെറിയ മോതിരങ്ങൾ ഉണ്ടാക്കാൻ, ചെറുവിരലിടാനൊക്കെ ആണ് ഈ കോറൽ കൊണ്ട് മോതിരം ഉണ്ടാക്കിയത്. അതുകൊണ്ട് മാല ഉണ്ടാക്കാൻ, ലോക്കറ്റ് ഉണ്ടാക്കാം, അതുപോലെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. ഇതിന്റെ കാരറ്റിന്റെ 420 രൂപയാണ് വില. ഒറിജിനൽ സർട്ടിഫൈഡ് കോറൽ ഇതാണ്. അതിന്റെ വലിയ കോറലാണിത്. 600 രൂപയാണ് ഇതിന്റെ ഒരു കാരറ്റ് റേറ്റ്. ഇത് ഒരു 5 കാരറ്റ് 6 കാരറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് കൂടുതൽ എൻ്റെ കയ്യിലില്ല, വളരെ റയറാണ്. നമ്മൾ കണ്ടില്ലേ, അതുപോലെ അത്രയും സൂക്ഷിച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. 2 എണ്ണമാണ് ഉള്ളൂ. ഇത് 6 കാരറ്റ് 5 കാരറ്റിന്റെ മുകളിലൊക്കെയാണ് ഇതിന്റെ കാരറ്റ്. ഇതിന്റെ വില വന്നിട്ട് 600 രൂപ. ഒരു കാരറ്റിന് 600 രൂപയാണ് ഇത്. ചില ആളുകൾ ട്രയാങ്കിൾ കോറലാണ് ഉപയോഗിക്കുക. ഇതിനും അതേപോലെ തന്നെ 600 രൂപയാണ് വില. ഇത് മോതിരം ഉണ്ടാക്കാനും അതുപോലെ ലോക്കറ്റ് ഉണ്ടാക്കാനും ഏത് രീതിയിലാണോ ഉപയോഗിക്കാൻ ഇഷ്ടം അതുപോലെ ഉപയോഗിക്കാം. ബ്രേസ്ലെറ്റ് ആയിട്ടും ഉപയോഗിക്കാം. ഇതാണ് 600 രൂപ വില വരുന്ന ട്രയാങ്കിൾ കോറൽ. 600 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കോറലിന് 600 രൂപയാണ്. ഇത് കാരറ്റ് റേറ്റ് ആണ് 600. ഇതൊരു 3 കാരറ്റ് ഒക്കെയാണ് ഇതിന് ഏകദേശം ഉള്ളത്. അപ്പോൾ 6 18 ഏകദേശം 2000 രൂപ 1800 രൂപ ഒക്കെ ഇതിന്റെ വില വരും. കോറലില് വലിയത് കിട്ടാൻ വളരെ പണിയാണ്. അതുകൊണ്ട് ഇതിന്റെ വില ഏകദേശം 1200 രൂപയാണ് ഒരു കാരറ്റിന് വില. അപ്പൊ ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ട് നോക്കാം. ഇതൊരു 6 കാരറ്റ് ഒക്കെയാണ് ഇതിന്റെ വെയിറ്റ്. 6 കാരറ്റ് 5 കാരറ്റിന് മുകളിൽ. ഇത് 5 കാരറ്റിനും 6 കാരറ്റിനും ഇടയ്ക്കുള്ളതാണ് വില. ഒരു കാരറ്റിന് 1200 രൂപ വില വരും. വലിയ കോറൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഒറിജിനൽ കിട്ടാൻ.
ഇത് ഒറിജിനൽ കോറലാണ്. 1200 രൂപയുടെ 6 ക്യാരറ്റ് 5 ക്യാരറ്റ് ഒക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ട്രയാങ്കിൾ കോറല് വലുത്, ഇതിനും ഏകദേശം വില വരുന്നത് 900 രൂപ. ഇത് 900 രൂപ വില വരുന്നതാണ്. ഇതും ഏകദേശം 4 ക്യാരറ്റ് 5 ക്യാരറ്റിന്റെ അടുത്തായിട്ട് വരും. ചില ആളുകൾ ക്യാരറ്റ് പറഞ്ഞിട്ടാണ് ഇത്ര ക്യാരറ്റ് നിങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ഉള്ളതാണ് ഇത്. 5 ക്യാരറ്റ് ആണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കാം. ഇതിന് ഒരു ക്യാരറ്റിന് 900 രൂപ വില വരും. 4000 5000 രൂപയൊക്കെ വില വരും എന്നർത്ഥം ഒരെണ്ണത്തിന്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് വൈറ്റ് കോറലാണ്. വൈറ്റ് കോറൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേരും ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ താഴെ ഭാഗങ്ങളിലാണ് ഈ വൈറ്റ് കോറൽ കിട്ടുക. ഈ പവിഴപ്പുറ്റിന്റെ താഴെ ഭാഗത്ത് അതുപോലെ വൈറ്റ് ആയിട്ട് തന്നെ കോറൽ വരുന്നുണ്ട്. ഇതിന്റെ വില 250 രൂപ, ഒരു ക്യാരറ്റിന് 250 രൂപ. ഇത് ഒരെണ്ണം നോക്കുകയാണെങ്കിൽ 4 ക്യാരറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 4 ക്യാരറ്റ് 5 ക്യാരറ്റ് വരെ ഉള്ളതാണ്. ഇത് 250 രൂപയാണ് ഒരു ക്യാരറ്റിന് വില, വൈറ്റ് കോറൽ. ഇനി മറ്റൊരു വൈറ്റ് കോറലാണിത്. അതിന്റെ ഷേപ്പിനാണ് വ്യത്യാസം. ഇത് 350 രൂപ വരുന്ന വൈറ്റ് കോറലാണ്. ഇതുകൊണ്ടും മോതിരോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. വൈറ്റ് കോറൽ 350 രൂപ ഒരു ക്യാരറ്റിന് കിട്ടാം. അപ്പൊ ഇതിന്റെ ഒരു 5 ക്യാരറ്റ് 6 ക്യാരറ്റ് ഒക്കെയാണ് ഇതിലുള്ളത്. അത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. 5 ക്യാരറ്റ് 6 ക്യാരറ്റ് 7 ക്യാരറ്റ് 8 ക്യാരറ്റ് ഒക്കെ ഉള്ള വൈറ്റ് കോറലാണ്. വളരെ റയറാണ്, റിയൽ കോറലാണ്. കണ്ടില്ലേ, അതിന്റെ പാടുകളും കുത്തുകളൊക്കെ ഇവിടെ കാണാം. അടിയിലൊക്കെ ചില പാടുകളൊക്കെ കാണാം. റിയൽ ആണെന്നുള്ളതിന്റെ തെളിവാണ് അതൊക്കെ. അപ്പോൾ വൈറ്റ് കോറൽ 350 രൂപയുടെ ആയില്ലേ. ഇനി അടുത്ത് നോക്കാം. ഇനി നമുക്ക് ഒരു കോറലും കൂടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് ഒരു വൈറ്റ് കോറലാണ്. ഒരു പിങ്ക് കളറാണ് ഇതിന് ഉള്ളത്. പിങ്ക് കളർ കൂടുന്തോറും റേറ്റ് കൂടി വരും. ഇതിന് 400 രൂപയാണ് ഒരു ക്യാരറ്റിന്റെ റേറ്റ്. 400 രൂപ ഒരു ക്യാരറ്റ്. വൈറ്റ് കോറലിൽ പെട്ടതാണ്. അതിൽ പിങ്ക് കളറാണിത്. ഇത് വളരെ റയർ തന്നെയാണ്. ഇത് ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയതാണ് ഈ വൈറ്റ് കോറൽ. അപ്പോൾ ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അതിന്റെ കറക്റ്റ് കളറ് കാണാം എന്ന് കരുതുന്നു. ഓക്കെ, ഇത്രയാണ് നമുക്ക് കോറലിനെ പറ്റി പറയാനുള്ളത്.